ഹായ് ഹലോ എവരി വൺ വെൽക്കം ടു സൈലം. RRB RPF അഥവാ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, നമ്മൾ വിളിക്കും റെയിൽവേ പോലീസ്. അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്നു കഴിഞ്ഞു. അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് മന്ത്, അതായത് May 14th ആണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. നമ്മളേവരും ആഗ്രഹിക്കുന്ന ഒരു പോസ്റ്റാണ് ഒരു സെൻട്രൽ ഗവൺമെൻറ്റിൽ ഒരു യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് അറിവും ഊർജവും നൽകിക്കൊണ്ട് നിങ്ങളതിലേക്ക് കൈപിടിച്ച് ഉയർത്തുവാനായിട്ട് എന്നും ഞങ്ങളുണ്ടായിരിക്കും. അതിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് RPFൻ്റെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന ഏറ്റവും സവിശേഷത എന്ന് പറയുന്നത് ഇതിനെ ലീഡ് ചെയ്യുന്ന അക്കാദമിക് ഹെഡ് തന്നെയാണ്. നമുക്കറിയാം, വിഷ്ണു സാർ ഒരുപാട് സെൻട്രൽ ഗവൺമെൻറ് എംപ്ലോയീസിനെ സൃഷ്ടിച്ചിട്ടുള്ള, ഒരുപാട് പേരെ ഗൈഡ് ചെയ്തിട്ടുള്ള, ഒരുപാട് പേരെ മെൻറ്റർ ചെയ്തിട്ടുള്ള നമ്മുടെ വിഷ്ണു സാറായിരിക്കും ഈ ബാച്ചിനെ ലീഡ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയാനുള്ളത്. ഇതെല്ലാം നമ്മുടെ ഫാക്കൽറ്റീസ് ആണ്. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം നമുക്ക് നോക്കാം. ഇതിൽ നമുക്കറിയാം ഒറ്റ ലെവൽ എക്സാം ആണ്. ഒരൊറ്റ ലെവൽ എക്സാം എന്ന് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിട്ടുള്ള CBT ആണ് ഇതിൻ്റെ ഫസ്റ്റ് ലെവൽ എക്സാം എന്ന് പറയുന്നത്. അതിൻ്റെ അപ്പുറം നമുക്ക് എന്താണ്, ഫിസിക്കൽ എഫിഷ്യൻസി മെഷർമെൻറ്റ് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കും. പിന്നെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ഈ എക്സാമിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഈ CBTയിൽ എങ്ങനെ വരുന്നതെന്ന് പറഞ്ഞാൽ 120 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കാം. നമുക്കറിയാം 90 മിനിറ്റ്സ് ആയിരിക്കും ഇതിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ഈ 120 ക്വസ്റ്റ്യൻസിൽ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അഥവാ മാത്സ് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ റീസണിങ് 35 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ജനറൽ അവയർനെസ് ആയിരിക്കും ഇമ്പോർട്ടൻറ്റ്, കുറച്ച് വെയിറ്റേജ് കൂടുതൽ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ജനറൽ അവയർനെസ്സിൽ നിന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഒരു പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് കൊണ്ട്, അതായത് 1.5 മണിക്കൂർ കൊണ്ട് നമ്മൾ സോൾവ് ചെയ്യണം. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡൻസ് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് കുട്ടികളെ ഇത് ക്രാക്ക് ചെയ്യാനായിട്ട് നമ്മൾ പ്രാപ്തമാക്കേണ്ടത് എന്നുള്ളത് വിശദമായി പഠിച്ചതിന് ശേഷം ആ ഒരു സ്ട്രക്ചറിലും ആ ഒരു പാറ്റേണിലുമാണ് നമ്മൾ ഈ ഒരു കോഴ്സിനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതായിരിക്കും നമ്മുടെ ഫാക്കൽറ്റി എന്ന് പറയുന്നത്, ഫാക്കൽറ്റി പൂൾ എന്ന് പറയുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മൾക്ക് ഇവിടെ ഈ ഒരു കോഴ്സിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് 300+ ലൈവ് ക്ലാസ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സായി പോയിന്നുണ്ടെങ്കിൽ തന്നെ ആപ്പിൽ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. മാത്രമല്ല ഡെയിലി നമ്മൾ 2 to 3 hours ആയിരിക്കും ക്ലാസ് ഉണ്ടായിരിക്കാം. ഇപ്പോൾ ചിലപ്പോൾ ജോലിക്ക് പോകുന്നവരുണ്ടായിരിക്കാം, ബാക്കി കാര്യങ്ങൾ നോക്കാനുണ്ടായിരിക്കാം, പഠിക്കുന്നുണ്ടായിരിക്കാം. അവർക്കെല്ലാം കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഈ കോഴ്സിനെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി 2 to 3 hours വെച്ച് ബാക്കിയുള്ള സമയം എന്ന് പറയുന്നത് ഈ പഠിച്ച ക്ലാസ്സുകൾ, അറ്റൻഡ് ചെയ്ത ക്ലാസ്സുകളിലുള്ള കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്യാനും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനും നമുക്ക് ടൈം യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല 5 to 6 days ആയിരിക്കും എന്തെന്ന് പറയുന്നത് ക്ലാസ്സുകൾ എന്ന് പറയുന്നത്. ഒരു വീക്കിൽ 5 to 6 days ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള 1-2 ദിവസം എന്ന് പറയുന്നത് എന്താ ചെയ്യുക, നമ്മൾ അത്രയും ദിവസം എടുത്ത കാര്യങ്ങൾ റിവൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയിട്ട് മാറുള്ളൂ. ഇതൊക്കെയായിരിക്കും ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പിന്നെ നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു വിഷ്ണു സാറായിരിക്കും. വിഷ്ണു സാറ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒരു കിങ് ആണെന്ന് നമുക്കറിയാം. മാത്രമല്ല സാർ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാറ്റിക് GK നിങ്ങൾക്ക് സ്റ്റാറ്റിക് GKനെ കുറിച്ച് നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞിരിക്കും. കാരണം എന്താണെങ്കിൽ എക്സാമിനേഷൻ ഹാളിൽ വെച്ചിട്ട് GK ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ നമ്മൾ സ്റ്റക്കായി പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു മെമ്മറി ട്രിക്ക് വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് അത് ക്രാക്ക് ചെയ്യാവുന്ന രീതിയിലേക്കാണ് സാറിൻ്റെ സ്റ്റാറ്റിക് GKയും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ ഓപ്ഷൻ എലിമിനേഷൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ട്രിക്സ് ആൻഡ് ടിപ്സുമായിട്ടായിരിക്കും സാറ് നിങ്ങൾക്ക് മുമ്പിൽ എത്തുന്നുണ്ടായിരിക്കുക. പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഞാനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ടായിരിക്കും. പിന്നെ അജയ് സാറായിരിക്കും ജനറൽ സയൻസ്. നമുക്കറിയാം ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ടോപ്പിക്സ് ഒക്കെ ഡീൽ ചെയ്യുന്നത് അജയ് സാറായിരിക്കും. അതിൽ ഡെപ്ത് ആയിട്ടുള്ള കണ്ടന്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മൊത്തം നിങ്ങളിലേക്ക് വളരെ വ്യക്തമായിട്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ അജയ് സാർ എത്തിക്കുന്നതായിരിക്കും. പിന്നെയുള്ള ഫാക്കൽറ്റി എന്ന് പറയുന്നത് വിഷ്ണു സാറായിരിക്കും ജനറൽ നോളജ് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കും. വിഷ്ണു സജീവൻ സാറായിരിക്കും ഹിസ്റ്ററി, പൊളിറ്റി, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ളത്, അതുപോലെ ജോഗ്രഫി, എക്കോണമി, അതൊക്കെ ആയിരിക്കും എന്തായിരിക്കും വിഷ്ണു സാറ് ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. പിന്നെ ഷാനിബ മിസ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലെ ചില ടോപ്പിക്സ് നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അനുശ്രീ മിസ് ആയിരിക്കും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് എടുത്തു തരുന്നുണ്ടായിരിക്കുക. നമ്മുടെ ചുറ്റും നടക്കുന്ന ഡെയിലി നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഈസി ആയിട്ട് ഓർത്ത് വെക്കാനുള്ള കുറച്ച് മെമ്മറി ട്രിക്സ് ഒക്കെ ആയിട്ടായിരിക്കും അനുശ്രീ മിസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നുണ്ടായിരിക്കുക. അരുൺ ബാലൻ സാറായിരിക്കും റീസണിങ്ങിൽ ഒരു എക്സ്പേർട്ടാണ് സാറ്. റീസണിങ്ങിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അരുൺ സാറായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടായിരിക്കുക. ഇതാണ് നമ്മുടെ ബേസിക് ഫാക്കൽറ്റി റിലേറ്റഡ് ആയിട്ട് നമുക്ക് അവരുടെ ടോപ്പിക്സ് ഏതൊക്കെയാണ് എടുക്കുന്ന കാര്യങ്ങൾ എന്നുള്ള പറയാനുള്ളത്. ഇവരൊക്കെ ആയിരിക്കും നമ്മുടെ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറയുന്നത്. പിന്നെയാണ് നമ്മുടെ ഈ ബാച്ചിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്.
നമുക്കറിയാം എക്സ്പീരിയൻസ്ഡ് ഫാക്കൽറ്റി പൂളായിരിക്കും നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ എടുത്തു തരുന്നുണ്ടായിരിക്കുക. പലരും പല സെൻട്രൽ ഗവൺമെൻറ് എക്സാമുകളും ക്രാക്ക് ചെയ്തിട്ടുള്ളവരാണ്. മാത്രമല്ല ഒരുപാട് വർഷത്തെ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉള്ള, ഒരുപാട് എക്സാമുകൾ അനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഫാക്കൽറ്റി ആയിരിക്കും, ഫാക്കൽറ്റി പൂളാണ് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങളെ ഗൈഡ് ചെയ്യാനും മെൻറ്റർ ചെയ്യാനും നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് ഈ ഒരു ബാച്ചിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിട്ട് പറയാനുള്ളത്. പിന്നെ ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞു 300+ ലൈവ് ക്ലാസ്സുകളും. ഏതെങ്കിലും ക്ലാസ്സുകൾ മിസ്സായാൽ തന്നെ നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാനും റിവൈസ് ചെയ്യാനും പ്രാക്ടീസ് ചെയ്യാനായിട്ട് നമുക്ക് റെക്കോർഡഡ് ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞു പ്രാക്ടീസ് സെഷൻസ് ഉണ്ടായിരിക്കുന്നു. കാരണം പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണ്. ഏതൊരു എക്സാമിന് മുമ്പും നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. റീസണിങ് ആണെങ്കിലും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആണെങ്കിലും നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസിലുള്ള ലോക്ക് എങ്ങനെ പൊട്ടിക്കണം, എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സ്കിപ്പ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. മാത്രമല്ല നമ്മൾ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ നമ്മൾ ഈ ഒരു ബാച്ചിൻ്റെ കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആ മോക്ക് ടെസ്റ്റ് വഴി നിങ്ങൾക്ക് എന്താ, മോക്ക് ടെസ്റ്റ് വഴി ടൈം മാനേജ്മെന്റ് നമ്മൾ പഠിക്കും. ടൈം മാനേജ് ചെയ്യണം. കാരണം ഞാൻ പറഞ്ഞു 120 ക്വസ്റ്റ്യൻസ് 90 മിനിറ്റ് കൊണ്ട് ക്രാക്ക് ചെയ്യണം. സോ ടൈം മാനേജ്മെന്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അത് നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിക്കാനൊക്കെ ആയിട്ടാണ് നമ്മുടെ ഈ ബാച്ചിൽ അതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സെഷൻസ് എന്തായാലും ഉണ്ടായിരിക്കും. അത് മാത്രമല്ല മെൻറ്റർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. റെഗുലർ ആയിട്ടുള്ള ടെസ്റ്റ് സീരീസുകൾ ഉണ്ടായിരിക്കും. അതായത് ഓരോ ടോപ്പിക്സ് കഴിഞ്ഞാലും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചാപ്റ്റർ വൈസ് ടെസ്റ്റ് സീരീസുകളും, അതേപോലെ തന്നെ ഇപ്പോൾ മാത്സിൻ്റെ കംപ്ലീറ്റ് കണ്ടന്റ് കഴിഞ്ഞാൽ മാത്സ് മാത്രമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും ടെസ്റ്റ് സീരീസുകളും, പിന്നെ മാത്സും റീസണിങ്ങും ജനറൽ അവയർനെസ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു ടെസ്റ്റ് സീരീസും നമ്മൾ ഇതിൻ്റെ ഒപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് A to Z കാര്യങ്ങൾ, ഒരു RPF ഉദ്യോഗസ്ഥനാവാനുള്ള എക്സാം ക്രാക്ക് ചെയ്യാനായിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ ഈ ബാച്ചിൽ കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. പിന്നുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. അതായത് ഇപ്പോൾ ഒരു ലൈവ് ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് കണ്ടന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ വരാം, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ട് വരാം, പ്രാക്ടീസ് ചെയ്യുമ്പോഴുള്ള ഡൗട്ടുകൾ. ഈ ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ക്ലിയർ ചെയ്യാനുള്ള ഒരു സെഷൻ അറ്റ്ലീസ്റ്റ് നമ്മൾ വീക്കിലി 1 അവറെങ്കിലും അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സെറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺസേൺസും ഡൗട്ടും എല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇതൊക്കെയാണ് ബാച്ചിൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബേസിക് ആയിട്ട് ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് വേണ്ടതെന്നുള്ളത് നമുക്കറിയാം. അതനുസരിച്ചാണ് നമ്മൾ ഈ ബാച്ചിൻ്റെ സ്ട്രക്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മളതിന് വളരെ ചെറിയൊരു ഫീസാണ് ഈടാക്കുന്നത്. ദാറ്റ്സ് ഓൺലി 2999. 2999 രൂപയാണ് ഈ ഒരു ബാച്ചിൻ്റെ അല്ലെങ്കിൽ ഒരു കോഴ്സിൻ്റെ ഫീസായിട്ട് ഞങ്ങൾ പറയുന്നത്. അതേപോലെ തന്നെ ക്ലാസ് തുടങ്ങുന്നത് നമുക്കറിയാം മെയ് 14 എന്താണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആണ്. എന്തിന്? SIക്കും കോൺസ്റ്റബിളിനും അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് മെയ് 14 പിറ്റേ ദിവസം അതായത് മെയ് 15 നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ SIക്കാണെങ്കിലും കോൺസ്റ്റബിളിനാണെങ്കിലും രണ്ടിനും പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. വെറും 2999 രൂപയ്ക്കാണ് നമുക്ക് ഈ കോഴ്സ് വാങ്ങാൻ പറ്റുന്നത്. എക്സാം വരെ ആയിരിക്കും ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, സെറ്റല്ലേ? സോ ഇത്രയാണ് നമ്മുടെ ബാച്ചിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ ഞാൻ ഇതിൻ്റെ ബാച്ച് പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.